കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്കറിയാവുന്ന പോലെ എപ്പോഴും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ജന്മനാ ഇത്തരം സങ്കീർണതകൾ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. എല്ലാ കാലത്തും ഏത് ഷുവർ സീറ്റിലും അവർക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇത്തരം ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ആ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം, കുറച്ച് ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് പ്രതീക്ഷിക്കണം. ഇതിനകത്ത് നിലമ്പൂരിലെ സവിശേഷ സാഹചര്യം, സ്ഥാനാർത്ഥികളുടെ അക്സെപ്റ്റൻസും അവർക്കെതിരായിട്ടുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ്, അത്തരം സംഗതികളായിരിക്കുമോ പ്രവർത്തിക്കുക, അതോ അതിനപ്പുറത്തേക്കുള്ളൊരു ഭരണവിരുദ്ധ വികാരമെന്ന പൊതു ആശയം കൊണ്ടുവരാൻ UDFന് കഴിയുമോ എന്ന ക്വസ്റ്റ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അൻവർ, ഇപ്പം നമുക്ക് ഈ സ്ഥാനാർത്ഥികളിലേക്ക് വരുന്നതിന് മുൻപ് അൻവർ എന്ന് പറയുന്ന ആൾ ഇറങ്ങിപ്പോകുന്നത് എന്തിനാണ്? അത് ഈ പാർട്ടിയും ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും RSSുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിന് RSSുമായിട്ടാണ് ചങ്ങാത്തം. RSSൻ്റെ താല്പര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. അത് ഇവിടുത്തെ മതനിരപേക്ഷത എന്ന ആശയത്തോടും മുസ്ലിം മൈനോറിറ്റിയോടും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ അൻവർ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് അൻവർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലെ ചില പരിധിവിട്ട പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ അൻവർ ഉയർത്തിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഏറ്റവും അവസാനം പോലും നമ്മൾ കാണുന്നത് ഈ പറയുന്ന MR അജിത് കുമാർ എന്ന് പറയുന്ന RSS ബന്ധുവായ ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നതാണ്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിൽ തന്നെ 50% or 50% എബവ് മുസ്ലിം മൈനോറിറ്റീസ് ഉള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ വളരെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർ കാണാൻ പോകുന്നത് എന്തിനാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ്? ആ കാരണം ഈ സർക്കാരിൻ്റെ പോലീസ് RSSന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അത് നിങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ട ഒരാളെ ഈ സർക്കാർ ഇറക്കി വിട്ടു എന്നാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ പോയിൻ്റായി മാറാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായി ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വിദ്വേഷ കുറ്റവാളികൾ, അവർക്കെതിരെ കർശനമായ നടപടി വേണം എന്ന് ഇവിടുത്തെ MLA ആവശ്യപ്പെട്ടു. സർക്കാർ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അപമാനിച്ച അയാളെ ആട്ടി ഇറക്കി വിട്ടു. ഈ വിദ്വേഷ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ ഈ ഭരണകൂടം ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഈ അടിസ്ഥാന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് മുസ്ലിം മൈനോറിറ്റി അവിടെ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് ബാലാരിഷ്ടതകളെ ഒരുപക്ഷെ UDFന് മറികടക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി, ഇപ്പോൾ ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ, ജോയി ശരിയാണ്, നമ്മുടെ മലബാർ മേഖലയിലെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ UDFൽ കുറയുന്നുണ്ട്, കോൺഗ്രസിൽ കുറയുന്നുണ്ട്. ഇത് നമ്മോട് കാണിക്കുന്ന ഒരു സമീപന പ്രശ്നമാണ് എന്ന് വിചാരിക്കുമോ, അതോ അതിനപ്പുറം ഈ സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട് എന്ന് മൈനോറിറ്റി മുസ്ലിങ്ങൾ ചിന്തിക്കുമെന്നാണ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിങ്ങൾ ചിന്തിക്കുക, ഈ ഭരണകൂടത്തിന് പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധമായ ക്രൈമുകളോട് സ്വീകരിക്കുന്ന അനുഭാവ സമീപനത്തിൻ്റെ പേരിൽ കർശനമായ സന്ദേശം കൊടുക്കണമെന്ന രാഷ്ട്രീയ മെസ്സേജിലേക്ക് മുസ്ലിം മൈനോറിറ്റി പോകുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചുകൊണ്ട് ഒരു ഹെവി റിസ്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഇല്ല എന്നാണ്. ഞാൻ നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ UDF നിശ്ചയമായും പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം എന്താണ്, ഞങ്ങൾ ക്രിസ്ത്യൻ മൈനോറിറ്റിയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, ഞങ്ങൾ അവരോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ജോസ് കെ മാണി അപ്പുറത്താണ്, ജോസ് കെ മാണിയുടെ പേര് പറഞ്ഞ മൊത്തം ക്രിസ്ത്യൻ വോട്ടും അപ്പുറത്താണ് എന്ന് വിചാരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്ന് പറയുന്നത് തുറന്ന സമീപനമാണ്, അടുപ്പിച്ച് നിർത്തുന്ന സമീപനമാണ്. അതായത് ഇവിടെ പോലും ഞങ്ങൾ ഇങ്ങനെ ഒരാളെ പരിഗണിക്കുന്ന സന്ദേശം അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം. അങ്ങനെ ചിന്തിക്കാൻ തക്കവണ്ണം ഒരു പ്രഷർ ആദ്യം തന്നെ ആരിട്ടു? അൻവർ ജോയിയുടെ പേര് അവതരിപ്പിക്കുന്നത് തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, മലയോര മേഖലകളിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ, അവരാണ് വന്യജീവി ആക്രമണത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് ജോയിയുടെ പേര് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു മതപരമായ പ്രാതിനിധ്യത്തിലേക്ക് അതിനെ കാര്യങ്ങളെ കൊണ്ടുവന്ന UDFന് വേഗത്തിൽ തള്ളാൻ കഴിയുന്ന ഒരു സമ്മർദ്ദാന്തരീക്ഷം അവിടെ അൻവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളാവട്ടെ, അവർ വേറെ ചില പൊളിറ്റിക്കൽ കോസ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുണ്ട് തന്നെ. അതുകൊണ്ട് വലിയ സങ്കീർണതയെ UDF അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മലബാറിലെ കമ്മ്യൂണിറ്റികളെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിനിധാനങ്ങളുടെ കാര്യത്തിൽ ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയ നയം കോൺഗ്രസിനുണ്ടാകുമോ, അത് ചെയ്യാത്ത ഇടതുപക്ഷം ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് അവർ ഉൾക്കൊള്ളുമോ എന്തെങ്കിലുമൊക്കെ എന്നത് വേറെ തന്നെ നോക്കേണ്ട കാര്യമാണ്. അതർവൈസ് ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ അപകടരഹിതമായ കുറച്ച് സ്മൂത്തായിട്ടുള്ള വേ ആയിരിക്കും UDFന് മുമ്പിലുള്ളതെന്നാണ്.